പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയിൽ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാൻ യോഗം തീരുമാനിച്ചു. BJP ഉൾപ്പെടെ തീരുമാനത്തെ പിന്തുണച്ചപ്പോൾ CPM അംഗങ്ങൾ തങ്ങൾക്ക് ഒരഭിപ്രായവുമില്ല എന്ന് പ്രതികരിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അവിടെ എലപ്പുള്ളി പഞ്ചായത്താണ് കൃത്യമായി ഇന്ന് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ സർക്കാരിന് കത്ത് നൽകാൻ തീരുമാനിച്ചത്. അതായത് ഈ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനം പിൻവലിക്കണം എന്നുള്ള ആവശ്യത്തിന്മേലാണല്ലോ അവർ ഇത് വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുന്നു. അവിടുത്തെ CPM മെമ്പർമാർ പറയുന്നു തങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ല എന്ന്. കൂടുതൽ വിവരങ്ങൾ അരുണാലത്തൂർ. വിനോദ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടെയാണ് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു അടിയന്തര യോഗം ചേർന്നത്. എലപ്പുള്ളി പഞ്ചായത്തിൽ ഇത്തരത്തിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെയായിരുന്നു അടിയന്തര യോഗം ചേർന്നത്. യോഗം ചേർന്നതിന് ശേഷം BJP അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു അടിയന്തര പ്രമേയ നോട്ടീസ് സമർപ്പിച്ചു. പക്ഷേ ആ നോട്ടീസിന് അനുമതി ലഭിച്ചില്ല. കാരണം ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അനുമതി നൽകാൻ കഴിയില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം ഈ യോഗത്തിലേക്ക് കടന്ന സമയത്ത് BJP അംഗങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞത് യാതൊരു കാരണവശാലും ഈ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകരുത് എന്നൊരു ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ് ആ സ്ഥലത്ത് മദ്യ കമ്പനിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധ്യക്ഷ ഉൾപ്പെടെ അതിലൊരു മറുപടി പറയണമെന്നും BJP ആവശ്യപ്പെടുകയുണ്ടായി. അതിനിടയ്ക്ക് തന്നെ കോൺഗ്രസും ഈ മദ്യ കമ്പനി വരുന്നതിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഇതോടുകൂടെ തന്നെ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയിൽ ഒരു സർക്കാരിന് ഈ മദ്യനിർമ്മാണ കമ്പനി ഇവിടെ വേണ്ട, എടുത്തിട്ടുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് നൽകാൻ വേണ്ടി തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. വിവിധ വകുപ്പ് മന്ത്രിമാർക്ക്, ഏകദേശം ഒരു 5ഓളം വകുപ്പ് മന്ത്രിമാർക്കാണ് ഇത് സംബന്ധിച്ച് കത്ത് നൽകാൻ വേണ്ടി ഈ യോഗത്തിൽ തീരുമാനമായത്. BJP അംഗങ്ങളും, അതായത് 5 BJP അംഗങ്ങളും 9 കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയിലാണ് ഇത്തരമൊരു തീരുമാനം എലപ്പുള്ളി പഞ്ചായത്ത് കൈക്കൊണ്ടത്. അതേസമയം തന്നെ 8 അംഗങ്ങൾ CPM-നുണ്ട്. പക്ഷേ CPM അംഗങ്ങൾ കൃത്യമായ ഒരു നിലപാട് ഈ യോഗത്തിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കമ്പനി വരുന്നതിന് എതിരാണോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടിയും CPM-ന്റെ അംഗങ്ങൾ പറഞ്ഞില്ല. സർക്കാർ തീരുമാനവുമായി മുന്നോട്ട് പോകട്ടെ എന്ന തരത്തിലായിരുന്നു CPM അംഗങ്ങളുടെ പ്രതികരണം. തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവുമില്ല എന്ന തരത്തിലായിരുന്നു CPM അംഗങ്ങൾ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഏതായാലും പഞ്ചായത്ത് യോഗത്തിൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJP-യും അംഗങ്ങളുടെ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഈ വിഷയം പുനഃപരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് എലപ്പുള്ളി പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം നേരത്തെ ശിവദാസ് കന്മനം പറഞ്ഞതുപോലെ ഇന്ന് വ്യാപകമായ പ്രതിഷേധമാണ് പാലക്കാട് BJP-യുടെ നേതൃത്വത്തിൽ നടത്തിയത്. 3 മണ്ഡലം കമ്മിറ്റികൾ പാലക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും അതുപോലെ തന്നെ മലമ്പുഴയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കും ഒപ്പം തന്നെ എലപ്പുള്ളിയിൽ ഈ പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ച് നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അരുൺ, കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ മദ്യനിർമ്മാണ കമ്പനി വരുന്ന സ്ഥലത്തെ മെമ്പർ കോൺഗ്രസ് മെമ്പറാണ്. അദ്ദേഹമാണ് ഈ ഭൂമി മറിച്ച് ഈ കമ്പനിക്ക് കൊടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ? ഇതേപ്പറ്റി ആ മെമ്പർക്ക് ഇപ്പോഴുള്ള അഭിപ്രായം എന്താണ്? അതിന്മേൽ എന്തെങ്കിലും പ്രതികരണം ആ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ടായോ? അരുണാലത്തൂർ. വിനോദ, ഈ പ്രസ്തുത മെമ്പർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. ചില ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ മെമ്പറുടെ അസാന്നിധ്യം BJP അംഗങ്ങൾ കൃത്യമായി തന്നെ പഞ്ചായത്ത് യോഗത്തിൽ, അടിയന്തര യോഗത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, വിഷയത്തിൽ മെമ്പറും ഒപ്പം ഭരണസമിതിയും ഉത്തരം പറയണമെന്നുള്ളതാണ്. കാരണം ഇത്തരം ഒരു മദ്യ കമ്പനി വരുമ്പോൾ ആ മദ്യ കമ്പനിക്ക് എങ്ങനെയാണ് ഈ ഒരു മെമ്പർ ഭൂമി ഏറ്റെടുത്ത് നൽകുക എന്നുള്ളതാണ് BJP അംഗങ്ങൾ ചോദിച്ചത്. അതിന് കൃത്യമായ ഉത്തരം ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ പറയണമെന്നുള്ളതാണ്. മാത്രമല്ല, സർക്കാർ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ സമയത്ത് AS പങ്കെടുത്തിരുന്നു. AS-നോട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു മദ്യ കമ്പനി വരുന്നതിന് എതിർപ്പ് ഈ പ്രദേശത്തുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് AS പറഞ്ഞത് യാതൊരു എതിർപ്പോ അങ്ങനെ പരാതിയോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരണസമിതിക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. ഈ മദ്യ കമ്പനി വരുന്നതിനെ കുറിച്ച് അതിന് ഒരു മൗനാനുവാദം നൽകുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും CPM-ഉം ഒരുപോലെ ഒത്തുകളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മദ്യ കമ്പനി ഈ
ദൗർലഭ്യമുള്ള മേഖലയിൽ വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJP അംഗങ്ങൾ ഈ പഞ്ചായത്തിൽ നടന്ന അടിയന്തര യോഗത്തിൽ ആരോപിച്ചത്. ഒപ്പം തന്നെ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയെങ്കിൽ ആ പ്രമേയം ചില സാങ്കേതിക തടസ്സങ്ങൾ, അതായത് ഒരാഴ്ച മുൻപ് തന്നെ നോട്ടീസ് നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ BJP ഇതൊരു അജണ്ടയായി, ഈ വിഷയം പ്രധാന അജണ്ടയായിക്കൊണ്ട് അടുത്ത് തന്നെ ഒരു യോഗം കൂടി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ പുനഃപരിശോധിക്കണമെന്ന നടപടിയിൽ എന്തും നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു വ്യക്തത ലഭിച്ചതിന് ശേഷം കൂടുതൽ ശക്തിയുക്തം ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവാനാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ BJP അംഗങ്ങളുടെ തീരുമാനം. ഒപ്പം തന്നെ കോൺഗ്രസ് അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഈ മദ്യ കമ്പനി വരരുത് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം CPM അംഗങ്ങളാണ് തങ്ങൾക്കൊരു നിലപാടുമില്ല, അല്ലെങ്കിൽ തങ്ങൾക്കൊരു ഇതുമായി ബന്ധപ്പെട്ട തങ്ങൾക്കൊരു അഭിപ്രായവുമില്ല എന്ന തരത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതെ, കൃത്യമാണ്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലാണ് സർക്കാർ മദ്യ കമ്പനിക്ക് ഭൂമി വിട്ടു നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ എലപ്പുള്ളിയിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം പാസാക്കിയത്. BJP അംഗങ്ങളാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇടതുപക്ഷ പ്രത്യേകിച്ചും CPM അംഗങ്ങൾ ഇക്കാര്യത്തിൽ മൗനം തുടരുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.